ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ റിയൽമിയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ 7500 അതുപോലെ തന്നെ 7700 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് റിയൽമി നാർസോ N61 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. 6.74 HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള യൂണി SoC T612 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 32 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നില്ല. ഇതിൽ റിയൽമി നാർസോ N61 എന്നുള്ള സ്മാർട്ട് ഫോൺ 7500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഇതേ ഫീച്ചേഴ്സുമായിട്ട് റിയൽമി C61 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോൺ 7700 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 8500 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി നാർസോ N63 അതുപോലെ തന്നെ റിയൽമി C63 എന്നീ ഫോണുകൾ വരുന്നുണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും സെയിം ആയിട്ടുള്ള പ്രോസസ്സറൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 5000 mAh ബാറ്ററി തന്നെയാണ് വരുന്നത്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 8500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ റിയൽമി C67 5G എന്ന സ്മാർട്ട് ഫോണ് 11450 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പം 6.72 ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈനും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ MediaTek Dimensity 6100+ എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം ഇതിൽ 5G സപ്പോർട്ട് ഉണ്ട്. 9ഓളം 5G ബാൻഡ്സ് ആണ് വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോൺ 11450 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് റിയൽമി 12X 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. ആ ഒരു ഫോൺ 12000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ബഡ്ജറ്റ് 13000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 70 എന്നുള്ള സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊരു 5G ഫോൺ ആണ് എന്ന് വിചാരിച്ചിട്ട് കാര്യമായിട്ട് കോംപ്രമൈസുകൾ വരുത്തിയിട്ടില്ല. 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈനും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ MediaTek Dimensity 7050 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്നൊക്കെ തന്നെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. 9 5G ബാൻഡ്സ് വരുന്നുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 13000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റിയൽമി P1 5G എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. പക്ഷേ വില ഇപ്പം 15500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സെയിം ഫീച്ചേഴ്സുമായിട്ട് വരുന്ന നാർസോ 70 എന്ന സ്മാർട്ട് ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഫോൺ കിട്ടുന്നുണ്ട്. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ റിയൽമി 12+ അല്ലാന്നുണ്ടെങ്കിൽ നാർസോ 70 Pro എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ രണ്ട് ഫോണുകളിലും ഇപ്പം റിയൽമി നാർസോ 70 ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ഈ ഫോണുകളിൽ ലഭിക്കുന്നുണ്ട്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ മെയിൻ ക്യാമറ സെൻസറിൽ OISന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ മെയിൻ ക്യാമറ സെൻസറിന്റെ കാര്യത്തിൽ 12+ലും നാർസോ 70 Proയിലും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാമറ സെൻസേഴ്സ് ആണ് വരുന്നത്. പിന്നെ രണ്ട് ഫോണുകളിലും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇതിൽ റിയൽമി 12+ എന്നുള്ള സ്മാർട്ട് ഫോൺ 17800 രൂപ പ്രൈസ് റേഞ്ചിലും നാർസോ 70 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 17500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് റിയൽമിയുടെ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് റിയൽമി P1 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 19000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. OISന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. സോണി LYT600 മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 19000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്.
പിന്നെ നിങ്ങൾക്ക് കേർവ്ഡ് ഡിസ്പ്ലേ തന്നെ വേണം, അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പും കൂടി വേണം എന്നുണ്ടെങ്കിൽ റിയൽമി 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 20,850 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സും സെയിം ആയിട്ടുള്ള പ്രോസസ്സറൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ഫോണിലോട്ട് വരുമ്പോൾ നമുക്ക് ക്യാമറയിൽ എക്സ്ട്രാ ആയിട്ട് 32 മെഗാ പിക്സലിലെ ഒരു ടെലിഫോട്ടോ ലെൻസ് ലഭിക്കുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 5000 mAh ബാറ്ററി തന്നെയാണ് വരുന്നത്. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 25,200 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 12 Pro Plus എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ 64 മെഗാ പിക്സൽ ഒരു പെരിസ്കോപ്പ് ലെൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം പെരിസ്കോപ്പ് ലെൻസ് തന്നെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ രണ്ട് ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള 21,000 22,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന കേർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി 13 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സർ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ റിയൽമി 12 Proയിൽ പറഞ്ഞിട്ടുള്ള ടെലിഫോട്ടോ ലെൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ 5200 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 29,800 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ റിയൽമി 13 Pro Plus എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. പക്ഷേ ക്യാമറയുടെ കാര്യത്തിൽ 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്. അപ്പം പെരിസ്കോപ്പ് ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5200 mAh ബാറ്ററി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. 29,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിവൈസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം. അല്ല, നിങ്ങൾ നോക്കുന്നത് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ റിയൽമി GT60 എന്നുള്ള സ്മാർട്ട് ഫോൺ 29,500 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.78 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ പെരിസ്കോപ്പ് ലെൻസ് ഒന്നും വരുന്നില്ല. പിന്നെ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 29,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 37,900 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി GT6 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.78 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 13 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+8+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോൺ 37,900 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് റിയൽമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.